നമസ്കാരം. മുൻ കാമുകനെ കേസിൽ കൊടുക്കാൻ കാറിൽ കഞ്ചാവ് ഒളിപ്പിച്ച് യുവതിയും കൂട്ടുകാരും പിടിയിൽ. കാമുകൻ തന്നെ അവഗണിക്കുന്നതിന് പ്രതികാരമായാണ് യുവതി കൂട്ടുകാർക്കൊപ്പം പദ്ധതി ആവിഷ്കരിച്ചത്. എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഭയന്ന് വിറച്ച കൂട്ടുകാർ കുറ്റം സമ്മതിച്ചതോടെ മുൻ കാമുകനെ കൊടുക്കാനിറങ്ങിയ യുവതി സ്വയം വെട്ടിലായി. റിങ്കി എന്ന 26-കാരിയാണ് മുൻ കാമുകൻ ശ്രാവൺ കുമാറിനെ കൊടുക്കാനായി കാറിൽ കഞ്ചാവ് ഒളിപ്പിച്ചത്. നിയമ വിദ്യാർത്ഥിയായ റിങ്കി ഹൈദരാബാദിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരിയുമാണ്. റിങ്കിയുമായി ഇഷ്ടത്തിലായിരുന്ന ശ്രാവൺ കുറച്ചുകാലമായി യുവതിയെ കാണാൻ കൂട്ടാക്കാറില്ലായിരുന്നു അത്രേ. ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് ശ്രാവൺ അറിയിച്ചതോടെ പകരം വീട്ടാൻ വഴികൾ തേടുകയായിരുന്നു റിങ്കി. തന്റെ സുഹൃത്തുക്കളായ ദീപക് മോഹൻ, യശ്വന്ത് സായി എന്നിവരുമായി ചേർന്ന് ശ്രാവണിനെ കഞ്ചാവ് കേസിൽ കൊടുക്കാനായി പദ്ധതികൾ ആവിഷ്കരിച്ചു. മറ്റു ചില പൊതു സുഹൃത്തുക്കളെയും കൂട്ടി മംഗൾഘട്ട് പ്രദേശത്ത് നിന്ന് 4000 രൂപയ്ക്ക് 40 ഗ്രാം കഞ്ചാവ് വാങ്ങി. തുടർന്ന് ശ്രാവണിനെ അനുനയത്തിൽ അമീർപേട്ടിലെ പാർക്കിലേക്ക് ക്ഷണിച്ചു. അവിടെ എത്തിയ ശേഷം സുഹൃത്തുക്കൾക്കൊപ്പം ശ്രാവണിനെയും കൂട്ടി ബഞ്ചാര ഹിൽസിലെ പബ്ബിലെത്തി. ഇതിനിടയിൽ കഞ്ചാവ് പൊതി കാറിൽ ഒളിപ്പിച്ചു. എല്ലാവരും പബ്ബിലിരിക്കുന്ന സമയത്ത് റിങ്കി തനിക്കറിയുന്ന ഒരു പോലീസുകാരനെ വിളിച്ച് ശ്രാവൺ എന്ന പേരുള്ള യുവാവ് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി അറിയിച്ചു. കഞ്ചാവ് പൊതികൾ അയാളുടെ കാറിലുണ്ടെന്ന് പറഞ്ഞ റിങ്കി കാറിന്റെ നമ്പറും പോലീസിന് നൽകി. പോലീസ് സ്ഥലത്തെത്തി കാർ പരിശോധിച്ചു. കാറിനുള്ളിൽ നിന്ന് 8 ഗ്രാം വീതമുള്ള 5 കഞ്ചാവ് പൊതികൾ കണ്ടെടുത്തു. തുടർന്ന് ശ്രാവണിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. തനിക്കൊന്നും അറിയില്ലെന്നും ഒപ്പം പബ്ബിലേക്ക് വന്നവരിൽ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചതാകാമെന്നുമാണ് തന്റെ സംശയമെന്നും ശ്രാവൺ പോലീസിനോട് പറഞ്ഞു. കാറിൽ സഞ്ചരിച്ചവരെ കണ്ടെത്തി പോലീസ് അവരെ ചോദ്യം ചെയ്തു. അല്പനേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ തങ്ങളാണ് കാറിൽ കഞ്ചാവ് ഒളിപ്പിച്ചതെന്ന് അവർ സമ്മതിക്കുകയായിരുന്നു.